ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയും. ആവിയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സറിൻ്റെ ജാറ് ഒട്ടും വെള്ളപ്പറ്റി ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മുട്ടയും ശർക്കരയും ആദ്യം ഹൈ സ്പീഡിൽ നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. അതിനുശേഷം ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇതിന് പകരം ബട്ടറോ ഗീയോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചേർത്ത് കൊടുത്ത് ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ മുട്ടേൻ്റെ അളവ് ഒന്ന് കൂട്ടിയാൽ മതി. 3 മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബേക്കിംഗ് പൗഡർ ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. നമ്മുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. അഥവാ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പാൽ ഉപയോഗിച്ച് കൺസിസ്റ്റൻസി റെഡിയാക്കിയെടുക്കാം. ഇതുപോലത്തെ പാത്രത്തിലാണ് ഞാൻ ഇതിപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. പാത്രം ആദ്യം നല്ലപോലെ തന്നെ എണ്ണ തടവി എടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളമായിട്ട് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുന്ന നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ഇനി ഇത് ആവിയാറ്റി എടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. 10 മുതൽ 15 മിനിറ്റ് നേരമാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഏകദേശം 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിക്കോളൂ. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കുക. അഥവാ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇപ്പം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. കൈ ഉപയോഗിച്ച് ഇതുപോലെ അരികുകളൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം കയ്യിലേക്ക് ടാപ്പ് ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പൊടിയും ശർക്കരയും ഉപയോഗിച്ചുള്ള നല്ലൊരു കേക്കാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇതിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.